എന്റെ കുഞ്ഞെ, നീ എന്നെ നിന്റെ പിതാവായി കാണുന്നു. അതുകൊണ്ട് തന്നെ നിനക്കെന്താണ് വേണ്ടത് എന്ന് എനിക്കറിയാം. നിന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കുന്ന ആഗ്രഹങ്ങളും, നീ ആരോടും പറയാതെ കണ്ണീരായി മാറുന്ന വേദനകളും, നിന്റെ അധരങ്ങളിൽ വരാത്ത പ്രാർത്ഥനകളും എനിക്ക് കേൾക്കാം. നീ ഒറ്റയ്ക്കിരുന്ന് ആകാശത്തേക്ക് നോക്കി നിശബ്ദമായി ചോദിച്ച ചോദ്യങ്ങൾ പോലും എന്റെ ചെവികളിലെത്താതെ പോയിട്ടില്ല. നിനക്ക് പലപ്പോഴും തോന്നാറില്ലേ, ആരോ ഒരു അദൃശ്യ കരങ്ങൾ നിന്നെ സംരക്ഷിക്കുന്നതായി? നീ വീഴേണ്ട പല വഴികളിൽ നിന്നും അവസാന നിമിഷം തിരിഞ്ഞുപോയിട്ടില്ലേ? നിന്റെ ജീവിതത്തിൽ സംഭവിക്കാമായിരുന്ന ചില വലിയ അപകടങ്ങൾ ഒരത്ഭുതം പോലെ മാറി നിന്നിട്ടില്ലേ? അതെ, അത് യാദൃച്ഛികമല്ല. ഞാൻ നിന്നോടൊപ്പമുണ്ടായിരുന്നു. നിന്റെ ഓരോ ചുവടും ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. നീ കരുതുന്നതിലും അധികം തവണ ഞാൻ നിന്നെ രക്ഷിച്ചിട്ടുണ്ട്. നീ പലപ്പോഴും ചോദിച്ചു, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത്രയും പരീക്ഷണങ്ങൾ? എന്റെ കുഞ്ഞെ, ഞാൻ നിന്നെ ശിക്ഷിക്കാനല്ല പരീക്ഷിച്ചത്. ഞാൻ നിന്നെ ശക്തിയുള്ളവനാക്കാനാണ് ചില വഴികൾ കടത്തിവിട്ടത്. കാറ്റ് ശക്തമായി വീശുമ്പോൾ ആഴമുള്ള വേരുള്ള മരമാണ് നിലനിൽക്കുന്നത്. അതുപോലെ പ്രതിസന്ധികൾ നിന്നെ തകർക്കാൻ വന്നതല്ല, നിന്നെ ഉറപ്പിക്കാൻ വന്നവയാണ്. ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും നീ ധർമ്മം വെടിഞ്ഞില്ല. എല്ലാവരും എളുപ്പവഴി തിരഞ്ഞപ്പോൾ നീ സത്യത്തിന്റെ വഴിയാണ് തിരഞ്ഞത്. പലപ്പോഴും അതുകൊണ്ട് തന്നെ നീ നഷ്ടപ്പെട്ടു. പലരും നിന്നെ തെറ്റായി മനസ്സിലാക്കി. ചിലർ നിന്റെ നന്മ ഉപയോഗിച്ചു, ചിലർ നിന്റെ മൗനത്തെ ദൗർബല്യമായി കണ്ടു. എങ്കിലും നീ ഉള്ളിലെ നല്ല മനസ്സ് മാറ്റിയില്ല. അതാണ് നിന്നെ എന്റെ കണ്ണിൽ വിലപ്പെട്ടവനാക്കുന്നത്. കൊടുത്ത വാക്ക് സംരക്ഷിക്കാൻ നീ പലയിടങ്ങളിലും ചെയ്യാത്ത തെറ്റിന് തലകുനിച്ചു. നിനക്ക് കുറ്റമില്ലായിരുന്നിട്ടും ബന്ധങ്ങൾ തകരാതിരിക്കാനായി നീ മിണ്ടാതിരുന്നു. പലപ്പോഴും നീ നിന്റെ മനസ്സ് തകർത്തു, മറ്റുള്ളവരുടെ സന്തോഷം കാത്തുസൂക്ഷിച്ചു. നിന്റെ ഈ ത്യാഗങ്ങൾ ആരും കണ്ടില്ലെന്ന് നീ കരുതുന്നു. എന്നാൽ ഞാൻ കണ്ടു. ഓരോ മിണ്ടാതിരുന്ന രാത്രിയും, ഓരോ ഒറ്റപ്പെട്ട കരച്ചിലും, ഓരോ തകർന്ന പ്രതീക്ഷയും എന്റെ മുന്നിലായിരുന്നു. നീ പലതവണ പറഞ്ഞിട്ടുണ്ട്, എനിക്കിനി കഴിയില്ല. എന്നാൽ നോക്കൂ, നീ ഇന്നും ഇവിടെ തന്നെയുണ്ട്. അതിന്റെ കാരണം നിന്റെ ശക്തി മാത്രമല്ല, ഞാൻ നിന്റെ ഉള്ളിൽ വച്ച ധൈര്യമാണ്. നീ വീണപ്പോൾ എഴുന്നേൽക്കാൻ നിന്നെ തള്ളിയത് ഞാൻ തന്നെയാണ്. നീ കരഞ്ഞപ്പോൾ നിന്റെ കണ്ണീർ തുടച്ചത് ആരും കണ്ടില്ലെങ്കിലും അതെന്റെ കരങ്ങളായിരുന്നു. എന്റെ കുഞ്ഞെ, നീ ഇപ്പോൾ കടന്നുപോകുന്ന കാലം എളുപ്പമല്ലെന്ന് എനിക്കറിയാം. ചുറ്റുമുള്ളവരെല്ലാം മുന്നോട്ടു പോകുന്ന പോലെ തോന്നുമ്പോൾ നീ മാത്രം നിൽക്കുന്നുവെന്ന് നിനക്ക് തോന്നുന്നു. ചിലപ്പോൾ നീ ചോദിക്കും, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത്രയും താമസം? അത് താമസമല്ല, ഞാൻ നിനക്കായി ഒരുക്കുന്ന സമയം വേറെയാണ്. ചില വാതിലുകൾ നേരത്തെ തുറന്നാൽ നിനക്ക് ദോഷമാകുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവയെ അടച്ചുവെച്ചു. ചില ആളുകൾ നിന്റെ ജീവിതത്തിൽ നിന്ന് പോയത് നിന്റെ നഷ്ടമല്ല, നിന്റെ രക്ഷയായിരുന്നു. നീ നഷ്ടപ്പെട്ടവയെ മാത്രം നോക്കി കരയരുത്. ഞാൻ നിന്നിൽ നിന്ന് എടുത്തതിനേക്കാൾ വലിയതൊന്നാണ് നിനക്കായി ഒരുക്കുന്നത്. ഇപ്പോൾ നീ ശൂന്യമെന്ന് കരുതുന്ന ആ കൈകൾ ഞാൻ നിറയ്ക്കും. ഇപ്പോൾ നീ ഇരുണ്ടതായി കാണുന്ന ആ വഴി ഞാൻ വെളിച്ചമാക്കും. നീ കാത്തിരുന്ന മറുപടി വൈകിയെങ്കിലും അത് വരുമ്പോൾ നിന്റെ കണ്ണീരിന് അർത്ഥം ലഭിക്കും. നിനക്ക് ഓർമ്മയുണ്ടോ, ആരും ഒപ്പമില്ലെന്ന് തോന്നിയ ഒരു രാത്രി? എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ നീ മാത്രം ജാഗരിച്ചിരുന്നതും, നിന്റെ ഹൃദയം പൊട്ടിത്തെറിക്കുമെന്ന് തോന്നിയതും. ആ രാത്രി നീ ഒറ്റയായിരുന്നില്ല. ഞാൻ നിന്റെ അരികിലിരുന്നു. നീ പറഞ്ഞില്ലെങ്കിലും നിന്റെ നിശ്വാസത്തിൽ നിന്നുള്ള വേദന ഞാൻ കേട്ടു. നിന്റെ ജീവിതത്തിൽ ചിലർ നിന്നെ വേദനിപ്പിച്ചു. വിശ്വസിച്ചവർ തന്നെ മുറിവേൽപ്പിച്ചു. നീ സ്നേഹിച്ചവർ തന്നെ നിന്നെ മറന്നു. അത് കണ്ടപ്പോൾ നീ ചോദിച്ചു, എന്തിനാണിതെല്ലാം? എന്റെ കുഞ്ഞെ, ചിലർ നിന്റെ ജീവിതത്തിൽ വരുന്നത് നിനക്ക് അനുഗ്രഹമാകാനല്ല, പാഠമാകാനാണ്. നീ അവരെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ ചിലരെ അകറ്റി. കാരണം അവർ നിന്നെ തകർക്കുന്നവരായിരുന്നു. നീ ആരോടും പറയാതെ സഹിച്ച വേദനകളുണ്ട്. മുഖത്ത് ചിരിവച്ച് ഉള്ളിൽ കരഞ്ഞ ദിവസങ്ങളുണ്ട്. നീ ശക്തനായി അഭിനയിച്ചെങ്കിലും ഉള്ളിൽ തകർന്ന നിമിഷങ്ങൾ എനിക്കറിയാം. ആളുകൾ നിനക്കൊന്നും പ്രശ്നമില്ല എന്ന് കരുതിയപ്പോൾ പോലും ഞാൻ നിന്റെ ഹൃദയത്തിന്റെ മുറിവുകൾ കണ്ടിരുന്നു. എന്റെ കുഞ്ഞെ, നീ മറ്റുള്ളവരെ സഹായിക്കാൻ ഓടുന്നവനാണ്. നീ നിന്റെ വേദന മറന്ന് മറ്റുള്ളവരുടെ കണ്ണീർ തുടയ്ക്കുന്നവനാണ്. പലപ്പോഴും നിനക്ക് തന്നെ സഹായം വേണ്ടിയിരുന്നെങ്കിലും നീ മറ്റൊരാളുടെ കരുത്തായി നിന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ ഉപേക്ഷിക്കാത്തത്. കരുണയുള്ള ഹൃദയങ്ങൾ എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ സമയം അടുത്തിരിക്കുന്നു. നീ ഏറെ നാളായി പ്രാർത്ഥിച്ച കാര്യം എന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. നിന്റെ കണ്ണീരോടെ പറഞ്ഞ ആ പ്രാർത്ഥന ഞാൻ കേട്ടു. നിനക്ക് തോന്നാം ഞാൻ മിണ്ടാതെ ഇരിക്കുന്നു എന്ന്. പക്ഷേ മൗനമെന്നത് പ്രവർത്തനമില്ലെന്നല്ല. ഞാൻ പിന്നിൽ നിനക്കായി വഴികൾ ഒരുക്കുകയാണ്. ഒരു ദിവസം പെട്ടെന്ന് എല്ലാം മാറും. നീ പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത നിന്റെ ജീവിതത്തിലേക്ക് വരും. നീ അടഞ്ഞുപോയെന്ന് കരുതിയ വാതിൽ തുറക്കും. നിന്നെ മറന്നവർ തന്നെ വീണ്ടും നിന്നെ അന്വേഷിക്കും. നിന്റെ സത്യസന്ധതയ്ക്ക് ലഭിക്കാത്ത അംഗീകാരം നിന്നെ തേടിവരും. എന്റെ കുഞ്ഞെ, നിനക്ക് നഷ്ടമായ സമയത്തെക്കുറിച്ച് വിഷമിക്കേണ്ട. ഞാൻ നഷ്ടം തിരികെ നൽകുന്നവനാണ്. മനുഷ്യരെടുത്തത് ഞാൻ മടക്കി നൽകും. നിനക്ക് അന്യായമായി നഷ്ടപ്പെട്ട അവസരങ്ങൾ പോലും ഞാൻ പുതുതായി തുറക്കും. നീ കരഞ്ഞ വർഷങ്ങൾക്ക് പകരം ചിരിയുടെ കാലം വരും. എന്റെ കുഞ്ഞെ, മറ്റുള്ളവരുടെ വിജയവുമായി നിന്നെ താരതമ്യം ചെയ്യരുത്. ഓരോ ആത്മാവിനും ഞാൻ വേറിട്ട സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ചിലർ വേഗത്തിലെത്തും, ചിലർ വൈകിയെത്തും. പക്ഷേ വൈകിയെത്തുന്നവർ പലപ്പോഴും കൂടുതൽ ഉറച്ചതും സ്ഥിരവുമായ അനുഗ്രഹം നേടും. എന്റെ കുഞ്ഞെ, ഇനിയൊരു കുറച്ചു കാലം മാത്രം. നിന്റെ രാത്രികൾ അവസാനിക്കുകയാണ്.
നിന്റെ പ്രഭാതം അടുത്തിരിക്കുന്നു. നിന്റെ മുറിവുകൾ സുഖപ്പെടും. നിന്റെ നഷ്ടങ്ങൾ നിറയും. നിന്റെ ഹൃദയം വീണ്ടും ചിരിക്കും. ഞാൻ നിന്നോടൊപ്പമുണ്ട്. എപ്പോഴും ഉണ്ടായിരുന്നു, ഇനിയുമുണ്ട്.